കൂൺ എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് സിത്താര വിജയൻ. വെൽക്കം ടു മെബ്സ്റ്റിക്. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഇപ്പം ഉള്ള നല്ല വിശേഷം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ 27 കൂണ് റിലീസാവുകയാണ്. നമ്മൾ 2021 ആ ഒരു കോവിഡ് ടൈമിൽ ഷൂട്ട് കഴിഞ്ഞാണ്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വീണ്ടും തരണം ചെയ്ത് നമ്മളിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് പേരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി എൻ്റെ വീട്ടിൽ നിന്ന് വരെ ചോദിച്ചു തുടങ്ങിയിരുന്നു, എന്താ പടം പറ്റിയില്ലായോ എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു. അവർക്കും കൂടി ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫൈനലി പടം റിലീസാണ്. എങ്ങനെയാണ് ഈ കൂൺ എന്ന സിനിമയിലേക്ക് എത്തുന്നത്, കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, മൈ ബ്ലഡി ജീൻസ് എന്ന് പറഞ്ഞ. അതും ഒരു കൈൻഡ് ഓഫ് ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് ഷോർട്ട് ഫിലിം ആയിരുന്നു. അങ്ങനെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് പ്രശാന്ത് ഏട്ടൻ ഈ ഒരു പടത്തിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കഥ കേൾക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവല്ലോ ഇങ്ങനെ ആയിരിക്കണം ക്യാരക്ടറിനൊക്കെ. അപ്പൊ എന്തൊക്കെയാ ഒരു തയ്യാറെടുപ്പാണ് ക്യാരക്ടറിന് വേണ്ടി എടുത്തത്? എൻ്റെ അടുത്ത് ഞാൻ ആ ഒരു സമയത്ത് നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് തടി വെപ്പിക്കാനായിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് ഇപ്പോൾ ഷേപ്പ് ഷിഫ്റ്റിംഗ് വളരെ ഈസി ആണ്. എനിക്ക് ഇപ്പോൾ മെലിയാനാണെങ്കിലും തടിക്കാനാണെങ്കിലും ഞാനൊന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ബി ബോത്ത്. അപ്പം അതല്ലാതെ വേറൊരു പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അധികം പ്രിപ്പറേഷൻ ഒന്നുമില്ല. ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയത്തോളം നമ്മൾ ഒരുപാട് കണ്ടു ശീലിച്ച ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ജനറേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾ. നമ്മളുടെ ആ ഒരു വൂണ്ടഡ് ചൈൽഡ്ഹുഡ്, ഒരു ഹീലാവാത്ത ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, അതുപോലെ നമ്മൾ ഹൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അപർണ. നമ്മൾ കണ്ട് പരിചയിച്ച ഒരുപാട് പേരുള്ളത് കൊണ്ടും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈസിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു മൂവി ഷൂട്ട് ചെയ്ത സമയം കൊറോണ ടൈം ആണെന്നൊക്കെ കേട്ടു. അപ്പോൾ ഏറ്റവും മൂവിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നേരിട്ടൊരു ചാലഞ്ച് എന്തായിരുന്നു? ഈ കൊറോണയുടെ ആ ഒരു ഇഷ്യൂ തന്നെയായിരുന്നു? അതെ. കാരണം ഇവർ ഓൾറെഡി ഷൂട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ പാടുണ്ട് നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് നിർത്തി വെക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഓക്കെ, ഞാൻ മാത്രമല്ല, അവർ അതിലും വലിയ സ്ട്രഗിളിലാണെന്ന് ഞാൻ ഇന്ന് ഇവർ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഷൂട്ടിംഗ് നിർത്തി വെക്കുക, ഒരു 14 ദിവസം ക്വാറന്റൈനിൽ പോകേണ്ടി വരും. കാരണം കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ലിമല് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അസിസ്റ്റന്റ് ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് നടക്കില്ല. അല്ലെങ്കിൽ ഒന്നിൽ നമ്മളെ മാറ്റിയിട്ടുണ്ട്, അതിലേക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും അത് തന്നെ എന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു 14 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശാന്തേട്ടൻ ഫോൺ വിളിച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, സിത്താര റെഡി അല്ലേ? ഞാൻ കോവിഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഐ എം റെഡി എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഓക്കെ ഫൈൻ, വിൽ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു പടത്തിന്റെ ഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളത്ര പറയണ പോലെ ഈസി അല്ല. ഒരു ശരിക്കും ഉള്ളൊരു സ്ട്രഗിള് ഞാൻ വേറെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും മനസ്സിലാക്കണേ ഒരു പടം ഇവിടത്തിനായിരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത റോളിൽ ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഏറ്റവും സിത്താരയ്ക്ക് ഇഷ്ടം? ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിളും ഈസി ആയിട്ടും ഫണ്ണായിട്ടും അടിച്ചു പൊളിച്ചിട്ടുള്ളത് ഹാപ്പി സർദാർ. എൻജോയ് ചെയ്ത് എല്ലാരും കൂട്ടുകാർ വൈബായിരുന്നു. ഇപ്പം ചിപ്പി ആയിക്കോട്ടെ, അഖില ആയിക്കോട്ടെ, മെറിൻ ആയിക്കോട്ടെ, നമ്മളെല്ലാരും കൂടി ഒരു ഹോസ്റ്റൽ വൈബാണ് അവിടെ. സിൻലിക്ക ആണെങ്കിൽ സിൻലിക്ക ഫുൾ ടൈം കുറെ കോമഡി പറഞ്ഞ് എല്ലാരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈവൻ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ പോലും പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ. സെബൂട്ടി ആയിക്കോട്ടെ, ബാലുചേട്ടൻ ആയിക്കോട്ടെ, ഷർഫുദ്ദീൻ, അതുപോലെ തന്നെ വലിയൊരു ക്രൂ ആയിരുന്നു. കാളിദാസ്, സിദ്ദിഖ്, മാല പാർവതി, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ലക്കായിരുന്നു. അത് ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. എപ്പോഴും ഈസി ഗോയിങ് ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? അല്ല, എനിക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയായിരിക്കും ആ ഒരു നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നല്ല നല്ല പ്രൊജക്ട്സ് ചെയ്യാനും നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ സിത്താരയുടെ ഞാനൊരു ഫോട്ടോഷൂട്ട് കണ്ടാണ്, ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ മെയിൽ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യാറില്ല.
ഫീമെയിൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ആൾക്കാർ ഭയങ്കര ക്രിട്ടിസൈസിങ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? കുറെ നാളെ മുൻപ് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് എ ലെസ്ബിയൻ ഒരു ഫോട്ടോഷൂട്ട്, ഒരു ലിപ് ലോക്ക് സീൻ ആയിരുന്നു. എനിക്ക് മോശമായിട്ടൊരു മെസ്സേജ് വരികയോ എന്നെ തെറി പറഞ്ഞുകൊണ്ടൊരു ഇൻബോക്സിലേക്ക് വരികയോ ഒരു കമൻറ്റ് വരികയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് വന്നതൊക്കെ ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ് അതെ, ആ ഒരു ട്രെൻഡായിരുന്നു. അതെ, ആ ഒരു സമയത്ത് ആ ഒരു ട്രെൻഡായിരുന്നു. എനിക്ക് വന്ന മെസ്സേജ് ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് ചതിക്കുകയായിരുന്നില്ല ഞങ്ങൾ ആണുങ്ങളെ. എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല. കൊറേ പേരുന്ന ക്രഷായിരുന്നു, അത് തകർന്നു അത് അറിയാൻ മേല. ഹാപ്പി മാരീഡ് ലൈഫ് ഒന്നും ചതിച്ചല്ലേ ചതിച്ചല്ലോ ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ ആയിരുന്നു. അത് ആരും അങ്ങനെ മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെ നോക്കുമ്പോൾ മിക്കപ്പോഴും ഒരു ഫീമെയിൽ കമ്മ്യൂണിറ്റി അതിന് ലൈക്ക് ഇൻറ്റിമേറ്റ്സിനെ കഴിയുമ്പോൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? ലൈക്ക് അത് ശരിയാണ് അങ്ങനെ ഒരു മനോഭാവം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കുമ്പം ഫീമെയിൽസിന് മാത്രമല്ല ആര് ചെയ്താലും എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പം അങ്ങനെ നമ്മളെ ഇക്വാളിറ്റിക്ക് വേണ്ടി പൊരുതി ഇപ്പൊ ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുറെ ഇഷ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പം സ്ത്രീകൾ നേരിടുന്നതെന്നല്ല എല്ലാവരും നേരിടുന്നു. നമുക്ക് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല ആണുങ്ങളായിക്കോട്ടെ എല്ലാവരും പ്രശ്നങ്ങൾ നേരിടുന്നു. ആൻഡ് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് നല്ലൊരു കാര്യം ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അതിനെപ്പറ്റി ചർച്ചയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരും അധികം അങ്ങോട്ട് ബയാസ്ഡ് അല്ല, ബയാസ്ഡ് ആയിരുന്നു, അത് മാറി മാറി വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ബാക്കിലൊരു തോണ്ടുക, അങ്ങനത്തെ ബസ്സിലുള്ള അതിക്രമങ്ങൾ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് നടക്കുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർക്കും പറയാനുണ്ടായിരിക്കും ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. ജസ്റ്റ് ലൈക്ക് നമുക്ക് പറയാനുള്ളത് പോലെ എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. അല്ലാണ്ട് പെണ്ണിനൊരു കഥ പറയാനുണ്ട്, ആണിനൊരു കഥ പറയാനുണ്ട്, എല്ലാവർക്കും. അപ്പോൾ സിത്താരയ്ക്ക് ഇപ്പൊ ആങ്കറിങ് ആണ് മെയിൻലി സിത്താര ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂവി എന്നുള്ളത് എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് പറയുമ്പോൾ അതെ, ചെറുപ്പം മുതലേ ഒരു അവസരം കിട്ടി ചെയ്ത് കാണിക്കാം അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഉള്ളത്. ഇപ്പം മോണോ ആക്ട് ചെയ്യാനാണെങ്കിലും നാടകം ചെയ്യാനാണെങ്കിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കൂൾ ടൈമിൽ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് നിർമ്മൽ സിസ്റ്റർ ആയിരുന്നു. നാടകത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആർട്സിന്റെ കാര്യത്തിലൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സിസ്റ്റർ അന്നേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഇത് പറഞ്ഞിട്ട്. നല്ലൊരു ഭാവി. പക്ഷേ ഇവിടം വരെ എത്തുമെന്നൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ. കോളേജിൽ പഠിക്കാനായിട്ട് അമൃതയിലേക്ക് വന്നു കഴിയുമ്പോൾ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നോ, അതും അല്ലെങ്കിൽ ആങ്കറിങ്ങിലൂടെ സിനിമയിൽ എത്തുന്നോ, അങ്ങനെ ഇങ്ങനെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുമെന്നോ ആ സ്റ്റേബിൾ ആയതിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നോ ഒന്നും കുഞ്ഞിലെ വിചാരിച്ചിട്ടൊന്നുമില്ല. ആ ഒരു നാട്ടും പുറത്ത് ഒതുങ്ങി പോകുന്നു. എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു എന്തെങ്കിലും BCA എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടി ഒരു 10-22 വയസ്സാകുമ്പോഴത്തേക്കും സിത്താരനെ കെട്ടിച്ചു വിടാന്നുള്ള ഇതിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞായിട്ടിരിക്കുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കേൾക്കുമ്പോൾ. എനിക്കിപ്പോഴും ആ പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. കാരണം അധികം സംസാരിക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ആ ഇത് ഉള്ളിലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നുണ്ടെങ്കിലും താങ്ക് ഗോഡ് അങ്ങനെ ആയിപ്പോയില്ലല്ലോ. ഇഷ്ടപ്പെടാത്തൊരു ലൈഫ് ജീവിക്കേണ്ടി വന്നില്ലല്ലോ. എൻറ്റയർലി ഡിഫറെന്റ് ആയില്ലേ. ഇഷ്ടപ്പെട്ട ലൈഫ് തന്നെയാട്ടോ ഞാൻ ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലൈക്ക് നമ്മളിപ്പോൾ പൊതുവേ മൂവീസിലോട്ട് വരുമ്പോൾ ഓഡീഷൻ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴത്തെ സിനിമ ഫീൽഡിലും ഡിസ്കഷൻ നടക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇതിൽ. അപ്പോൾ സിത്താരയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടിട്ട് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഉണ്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ഒരു എക്സ്പീരിയൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു ലെവലിലേക്ക് മലയാള സിനിമയിൽ അത്തരം ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരുപാട് കോണ്ടാക്ട്സോ മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സോ ഉള്ള ഒരാളല്ല ഞാൻ. മലയാള സിനിമയെന്നൊന്നല്ല, എനിക്ക് ഒരു വളരെ സർക്കിൾ അല്ല, ഒരു ഡോട്ട്. ഐ ഹാവ് 2 ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ അതിലിങ്ങനെ അവര് അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ നിൽക്കലാണ് എൻ്റെ ഒരു ഇത്. ഇത്രയും സോഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഇവരോടൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളോ എൻ്റെ അടുത്ത് ചോദിക്കാനും അങ്ങനെ ആരും വന്നിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നം, എനിക്ക് വളരെ ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ചില ആളുകൾ, കാസ്റ്റിങ്ങിന്റെ ആളുകൾ എനിക്ക് അയക്കുന്ന മെസ്സേജുകളുണ്ട്. ഇന്റിമേറ്റ് സീൻ ചെയ്യണം, ഇത് ബിക്കിനി സീൻ ചെയ്യാനായിട്ട് പറ്റുമോ, ഒരു തെലുഗു സിനിമയുണ്ട്, എന്നാൽ ഇത്ര ലിപ് ലോക്ക് സീനുകളുണ്ട്, ഇത്ര ന്യൂഡായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റുമോ, ഇത്ര കാശാണ്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കല്ല. അങ്ങനെ ഒരു സിനിമയിൽ കയറിയിട്ട് എന്തെങ്കിലും ആക്കാൻ ഞാൻ അങ്ങനെ മരിച്ചു കിടന്ന് നടക്കുന്ന ആളല്ല. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും, അതായത് ജനശ്രദ്ധ നേടിയ നല്ല സിനിമകളിൽ, അതായത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിൽ, അതുപോലെ ഹിറ്റായ സിനിമകളിൽ ഈ പറഞ്ഞ ഒരു ബിക്കിനി സീനോ ഈ ഇൻറ്റിമേറ്റ് സീനോ ഇതുപോലെ ഒരു കുറേ ലിപ് ലോക്ക് ഉള്ള സീനോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് ആണ്. ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ചെയ്യാനും ആളുകളുണ്ടായിരിക്കും. ഇല്ല, പലപ്പോഴും വിമൻ എന്ന് പറയുന്ന ഫാക്ടറിനെ ഒബ്ജക്റ്റിഫൈവ് ആണ് സിനിമയിൽ ചെയ്യാറുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് ലൈക്ക് മാറി വരുന്നുണ്ടെങ്കിലും സ്റ്റിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ ഇത് ഇപ്പൊ പറഞ്ഞത്? അല്ലേ, കറക്റ്റ് അല്ലേ? ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ ആ കാര്യത്തിൽ ഭയങ്കര ബോൾഡ് ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ബോളിവുഡിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ടൈമാണ്. ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. അത് കുറെ സ്ത്രീകളുടെ ഒരു സക്സസ് ആണത്. അതുപോലെ തന്നെയുണ്ട്, നമ്മളെല്ലാം അങ്ങോട്ട് കണ്ണടച്ച് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴേ കഴിഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ളവരെ നോക്കണ്ട, മലയാളത്തിൽ അത് പോസിബിളേ അല്ല. എല്ലാം എന്താ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാല് കുറച്ച് തിരിച്ചങ്ങോട്ട് കുറെ പറയാനുള്ള ഒരു ഇതിലായി. അങ്ങനെയായി വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ജോബ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലായിക്കോട്ടെ, നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നുണ്ട് ആൾക്കാർ എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇതൊക്കെ. അത് തെളിഞ്ഞു വരുവാണ്. ടൈം ഈസ് ചേഞ്ചിങ്. അപ്പോൾ നമ്മുടെ ഈ കൂൺ എന്ന സിനിമ ഞാൻ ടീസർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ത്രില്ലർ മിസ്റ്ററി ആ ഒരു മോഡാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പീരീഡിൽ ത്രില്ലർ മിസ്റ്ററി വരുവാണ്. അപ്പോൾ നമ്മുടെ അത്രയും ഓഡിയൻസിന് പൊതുവെ ത്രില്ലർ മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് നമ്മുടെ മലയാള ഓഡിയൻസ്. അപ്പോൾ അത്രയും പിടിച്ചിരുത്തുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ സിനിമയിൽ ഉണ്ടോ? പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ പലർക്കും അതൊരു എന്താ പറയുക, പലരും ക്രിട്ടിസൈസ് ചെയ്തേക്കാം ഇതിലെ ഒരുപാട് എലമെന്റ്. ഞാൻ ഇപ്പം ലിമലൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കുമ്പോഴും ഞാൻ ആങ്ഷ്യസ് ആണ്. എനിക്ക് ചെറിയ ടെൻഷനാണ്, ദൈവം ഇതെന്താവാൻ പോകുന്നത് എന്നുള്ളൊരിതിൽ. കുറേ കൊല്ലം മുമ്പ് ചെയ്തു വെച്ചതാണ്. ഇനി ഇതെന്താവും, ഇത് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അതെ, റിലീസ് സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇതിന്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം തിരിച്ചു വരണം. അങ്ങനെ ടെൻഷൻ ശരിക്കും ഉണ്ടോ? ഉണ്ട്, ശരിക്കും ഉണ്ട്. നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇപ്പം ഇവരുടെ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ എനിക്കുള്ളത് ടെൻഷനാണ്. ലൈക്ക് ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നോണ്ടുള്ളൊരു ടെൻഷൻ. ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് കൊണ്ടല്ല, ആളുകൾ ഭയങ്കര എന്താ പറയുക, ഒരുപാട് റെസ്പോൺസുകൾ തരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും അഭിപ്രായം പറയും. ആൻഡ് they just don't care എന്താ ഏതെന്ന്. ഇതാണ് പറയാനുള്ളതെങ്കിൽ അങ്ങനെ തന്നെ പറയും. അവരെ ആ ഒരു മറുപടികൾ ഫേസ് ചെയ്യേണ്ടത് ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. കാരണം എൻ്റെ ഇപ്പം ഹാപ്പി സർദാർ റിലീസ് ആവുന്ന സമയത്താണെങ്കിലും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളല്ല ഇതിൽ. പിന്നെ അതിനുശേഷം എന്നെന്നും എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ശാലിനി ഉഷാദേവി മാമിന്റെ പടമായിരുന്നു. അപ്പൊ അതിലും ഒരൊറ്റ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊരു ക്യാരക്ടർ. എനിക്ക് ഒരിക്കലും ആളുകളുടെ ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല.
ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ എന്താണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗോൺ ലൈക്ക് എന്റെ സമാധാനത്തെ അതൊന്നും തകർക്കൊന്നുമില്ല. ഇപ്പോൾ ലൈക്ക് ഇനിയും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പോകുമ്പോൾ നമ്മുടെ മലയാളം സിനിമ ഒരു ത്രില്ലർ അല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടിയും ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സും അങ്ങനത്തെ മൂവീസ് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവിയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിഫൈ ചെയ്യാണ്ട് അവർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസോ അതല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ മൂവീസ് അല്ല, നല്ല മൂവീസ് വരട്ടെ, നല്ല മൂവീസ് വരട്ടെ. ഞാൻ ആവേശം സിനിമ ഒരുപാട് എൻജോയ് ചെയ്ത ആളാണ്. അതെ, ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ആവേശം. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം കളയുന്ന രീതിയിൽ എന്നെ ഹോണ്ട് ചെയ്തൊരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക്. ശരിയാ, ഉള്ളൊഴുക്ക് സിനിമ ഹോണ്ട് ചെയ്തൊരു പടമായിരുന്നു. അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റിന്റെയും, പാർവതി ആയിക്കോട്ടെ, ഉർവശി ചേച്ചി ആയിക്കോട്ടെ, ഒരു കട്ടക്കി എന്നൊരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ. അങ്ങനെ ഇതുപോലെ നല്ല സിനിമകൾ വരട്ടെ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും. ഇപ്പം ഉള്ളൊഴുക്ക് സിനിമയിലൂടെ സ്ത്രീകളിൽ 2 തരത്തിലുള്ളവരുടെ മെന്റാലിറ്റിയാണ് അവർ പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ കുറെ കാര്യങ്ങൾ ആളുകൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ്. പലർക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഹാപ്പൻസ്, അത് നടക്കുന്ന സംഭവമാണ്. അതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല സിനിമകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആവേശം പോലുള്ള സിനിമ, RDX പോലുള്ള നല്ല ആക്ഷൻ പടങ്ങള് അല്ല വരട്ടെ, നല്ല സിനിമ വരട്ടെ. അതിൽ ഫീമെയിൽ ഓറിയന്റഡ് ആണോ, ആണുങ്ങൾ മാത്രമേ ഉള്ളോ, അങ്ങനെ ഒന്നുമില്ല, നല്ല സിനിമ വരട്ടെ. ഇപ്പൊ അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അപ്കമിങ് ആയിട്ട് ഇപ്പം ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. ധന്യ ബാലകൃഷ്ണനാണ് ലീഡ്. അതും ഒരു ചെറിയ ഒരു സിനിമയാണ്, ഒരു ഹൊറർ മൂവിയാണ്. അതില് ഒരു ഡബിൾ റോള് ചെയ്യാൻ. അപ്പൊ ഈ തമിഴിലും മലയാളത്തിലും ഭയങ്കര ഡിഫറൻസ് എന്തെങ്കിലും തോന്നിയോ? മലയാളം ക്രൂ ആയിരുന്നു അത്. മലയാളം തമിഴ് മൂവി ലാംഗ്വേജ് തമിഴാണെന്നേ ഉള്ളൂ. ആൻഡ് ലാംഗ്വേജിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എനിക്ക്. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ മൂവി ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോടൊന്നും പറയാനില്ല, പ്രേക്ഷകരാണ് ഇങ്ങോട്ട് പറയാനുള്ളത്. ഇപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ചെറിയ പടമാണ്, ചെറിയ ബഡ്ജറ്റിലുള്ള പടമാണ്. 2021 ഷൂട്ട് കഴിഞ്ഞതാണ്. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പം റിലീസാവാനായിട്ട് പോണത്. എല്ലാം ഇനി കാണുന്ന പ്രേക്ഷകരുടെ കയ്യിലാണ്. സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്തായാലും. ഇറ്റ്സ് ഓൾ അപ് ടു ഓഡിയൻസ്. ഓക്കെ. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ ചെറിയൊരു ഒരു വലിയ ഗെയിം ഒന്നല്ല, ചെറിയൊരു ഗെയിം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അതെ, ഇൻട്രസ്റ്റ്. പെട്ടെന്ന് പറയണം. ഗെയിം ഇസ് ദിസ് സോ ദാറ്റ് ആണ്. സോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, 2 ഓപ്ഷൻ തരും, യു ക്യാൻ സെലക്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ആ ഒരു സെലക്ട് ചെയ്തതെന്ന്, ഓപ്ഷൻ സെലക്ട് ചെയ്തത് റീസൺ. സോ ഫസ്റ്റ് ഇസ് ആക്ടിങ് ഓർ ആങ്കറിങ്? അതെ, ടഫ്. ഫസ്റ്റ് ആണ് ടഫ്. രണ്ടും. എന്നാലും സിത്താര എന്ന് പറഞ്ഞ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാ? എന്തായാലും 2 ഡിഫറെന്റ് ആണ്. ഒന്നാമത് കൺഫ്യൂസ്ഡ് എന്ത് സെലക്ട് ചെയ്യും? ജീവനും ജീവിതവും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എനിക്കൊരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എപ്പോഴും ആങ്കറിങ് ആണ്. അത് എനിക്കിപ്പം ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, അതായത് ഞാൻ പഠിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ പഠിച്ച് കയറി വന്നത് കൊണ്ട് എനിക്ക് ആങ്കറിങ് എനിക്ക് എപ്പോഴും കംഫർട്ട് സോൺ ആയിരിക്കും. ആക്ടിങ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ട് കിട്ടിയതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ 2 ആണെങ്കിലും ഫസ്റ്റത്തെ ഒരു വട്ടം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 ചെയ്യുമ്പോഴും ടെൻഷൻ കൂടുതൽ ആങ്കറിങ് ആയിരുന്നു. തെറ്റിപ്പോവോ? അത് ഭയങ്കര നമ്മൾ കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതിനകത്തൊരു ടങ് ട്വിസ്റ്റ് ആയിട്ടുണ്ടെങ്കിലൊക്കെ തീർന്നു. അങ്ങനെ വലിയ ഇത് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറൊക്കെ? അയ്യോ, ഞാൻ എങ്ങനെ ടങ് ട്വിസ്റ്റ് ആയതല്ല, ഒരു ഷോ ഞാൻ കൊളാക്കി. അതെ, അത് ഭയങ്കര ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു കേട്ടോ. അത് അങ്ങനെ കൊളാക്കിയിട്ട് നിൽക്കുമ്പോഴാണ് അത് എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റുള്ളൂ, ആ നാണക്കേട് മാറ്റിയേ പറ്റുള്ളൂ
എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ അത്ര എഫേർട്ട് ഇടുന്നതൊക്കെ ആ ഒരു ടൈമിലാണ്. ISLന്റെ ഫസ്റ്റ് ഷോ ആണ് ഞാൻ പറയണത്. ഭയങ്കര കൊളാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോന്റെ പേര് തന്നെ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോയിൽ മിണ്ടാണ്ട് ചിരിച്ചിരുന്നിട്ടുണ്ട്. കരഞ്ഞു വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു വേദന എടുക്കില്ലേ, അതൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ ചിരിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ഷോ തീരാറായി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണു 2 ആങ്കേഴ്സ് ഉണ്ടായിരുന്നു. വിഷ്ണു എൻ്റെ അടുത്ത് ചോദിച്ചു ആരായിരിക്കും ഇന്ന് ഗോൾ അടിക്കാൻ പോകുന്നത് എന്ന് നമ്മളുടെ എക്സ്പേർട്സിനോട് ചോദിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ടോസ് ചെയ്തു. ഞാൻ പറഞ്ഞു സഹൽ. കാരണം എനിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. ഞാൻ പറഞ്ഞു സഹൽ എന്ന് പ്ലെയിൻ ലെവലിനില്ല, സഹൽ ഇന്ന് കളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അന്നൊക്കെ ഇരുന്നൊരു ഇരിപ്പുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ 3 സീസൺ ആങ്കർ ചെയ്തു കേട്ടോ. 3 സീസൺ ഞാൻ ഹോസ്റ്റ് ചെയ്തു. അതിനുശേഷം അന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വാശിയും അത് തന്നൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആങ്കറിങ്ങിനോട് ഇത്ര സ്നേഹം. ഇങ്ങനത്തെ ആക്ടിങ്ങിലൊന്നും പറ്റിയിട്ടില്ലല്ലേ? ഇങ്ങനത്തേത് ആക്ടിങ്ങിൽ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു അറിവില് ഞാൻ അത്ര വലിയ ഇതൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ബേബി സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡാൻസിങ് ഓർ സിംഗിങ്? രണ്ടും നമുക്ക് പറ്റാത്ത പണിയായതുകൊണ്ട് സിംഗിങ് ഭയങ്കര എഫേർട്ട് ഇടുന്ന പരിപാടി. ഞാൻ ഇതുവരെ സിംഗിങ് പാടിയിട്ടില്ല. ഒന്ന് നോക്കുന്നുണ്ടോ? അയ്യോ, ഡാൻസിങ് വലിയ ഡാൻസർ ഒന്നും അല്ല, എന്തായാലും ഡാൻസിങ്. ഓക്കെ, പ്ലാൻഡ് ഓർ സ്പോണ്ടേനിയസ്? ഓ, അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ടോ? ട്രാവൽ ചെയ്യാനായിട്ട് സ്പോട്ടിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചിലപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത്. പണിയില്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും താങ്ക് ഗോഡ് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം അടിപൊളിയാണ്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമാണ്. സോളോ ഓർ കൊളാബറേറ്റീവ്? ലൈക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണോ അതോ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കാനാണോ? കൊളാബറേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സോഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് തോന്നും. ഒറ്റയ്ക്ക് കുറേ ഇരിക്കാം, കുറേ, പക്ഷെ സോഷ്യലൈസ് ചെയ്ത് ഒരുപാട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോകാനായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ മാറിയിരിക്കാനൊക്കെ തോന്നും. യൂട്യൂബ് ഓർ ഫേസ്ബുക്ക്? ഫേസ്ബുക്ക് ഇല്ല, രണ്ടുമില്ല. യൂട്യൂബ്. അപ്പൊ ഇൻസ്റ്റയും യൂട്യൂബും ചോദിക്കണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, മോർണിംഗ് ഓർ നൈറ്റ് പേഴ്സൺ? നൈറ്റ് പേഴ്സൺ. ഓ, എന്താണ് നൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്? പകല് അധികം ഇറങ്ങി നടക്കലൊന്നുമില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാം നൈറ്റ് ആ ഒരു വൈബാണ് ഇഷ്ടം. ഓക്കെ, മ്യൂസിക് ഓർ സൈലൻസ്? മ്യൂസിക്. എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കും ഇഷ്ടം? എപ്പോഴും പാട്ട് കേട്ടോണ്ട്. ഓക്കെ. ഓ, അടുത്തത് ഒരു ഫ്രഷ് ചോദ്യമാണ്. കഷ്ടപ്പാടുമാണ്. ചോദിക്കട്ടെ, മോഹൻലാൽ ഒരു മമ്മൂട്ടി? മമ്മൂട്ടി. എന്താ മമ്മൂട്ടി ഫാനാണോ? മമ്മൂട്ടി ഫാനാണ്. ഭയങ്കര ഡൈ ഹാർഡ് ഫാനാണോ? ഭയങ്കര ഡൈ ഹാർഡ് ഫാനൊന്നുമല്ല, ഭയങ്കര ക്ലാസിക് വർക്ക്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഫാനായി പോകില്ലേ, അങ്ങനെ ഫാനായി പോയതാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മമ്മൂട്ടിയെ നോക്കുമ്പോഴാണ് ഇപ്പൊ എന്താണ് പഠിക്കുന്നോ, അതിപ്പോ പുള്ളിക്കാരന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഒരു ട്രെൻഡിനനുസരിച്ച് പുള്ളിക്കാരൻ അതിങ്ങനെ വേവ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത്. ശരിക്കും ആളുടെ ഒരു ഫാഷൻ സെൻസ് ഭയങ്കര. അല്ല, ഇപ്പൊ സിനിമ ചൂസ് ചെയ്യുന്നതാണെങ്കിലും കാതലൊക്കെ അത്രയും ധൈര്യത്തിൽ ആ ഒരു സബ്ജക്ട് ചെയ്തതിലൊക്കെ ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെയുണ്ട് ഇപ്പം അദ്ദേഹം ചില ഇന്റർവ്യൂസിൽ ഇരിക്കുന്ന രീതിയാണെങ്കിലും ഫോട്ടോഷൂട്ട്സ് ഒക്കെ കാണുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ നോക്കിയിരുന്നല്ലേ. ആളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുമ്പോൾ ഒരുപാട് മൂവിയുണ്ട്. എനിക്ക് മമ്മൂക്കയുടെ ഇപ്പൊ റീസെന്റ് നോക്കുവാണെങ്കിൽ എനിക്ക് ഭീഷ്മപർവം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പടമാണ്. ഭീഷ്മപർവം, അതുപോലെ തന്നെ കോട്ടയം കുഞ്ഞച്ചന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് കാഴ്ച, രാപ്പകല്, കരയിക്കുന്ന കാര്യത്തിൽ ഇത് ബെസ്റ്റ് ആണ് മമ്മൂക്ക. ഓക്കെ, അടുത്തത് വിജയ് രജനീകാന്ത്? ഹ്യൂജ് ഫാൻ. ഞാൻ ഭയങ്കര ഫാനാണ് രജനീകാന്തിന്റെ. ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നമ്മുടെ സിഗരറ്റും എല്ലാം കൊണ്ട് അതിലെ പാട്ട് കേൾക്കുന്നൊക്കെ ഭയങ്കര, രാവിലെ ഭയങ്കര എനർജി ആയിരിക്കും. ഭയങ്കര ഫാനാണ്. അതുപോലെ തന്നെ ചന്ദ്രമുഖി ആണെങ്കിലും ഒരുപാട് പേര് ഇപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. ഒരുപാട് പേര് ഇപ്പം ഞാൻ രജനി ഫാനാണെന്ന് പറയുന്നുണ്ട്. രജനീകാന്തിന് അവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഹീസ് ആൻ എന്റർടൈനർ. സ്റ്റൈലിന്റെ കാലത്തെ ആള് ആരുമില്ല തമിഴില്.
അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഹ്യൂജ് ഫാൻ. യാ, ഓക്കെ ഓക്കെ. അടുത്ത് നമുക്ക് ക്രിക്കറ്റിലോട്ട് വരാം. വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. ഓ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ. ആരാണ് പറയണോ? ഓപ്ഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആര് പറയൂ? രണ്ട് തലമുറയാണ്. യെസ്, കറക്റ്റ് ആണ്. രണ്ട് തലമുറയാണ്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് ക്രിക്കറ്റ് കണ്ട് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് വന്നല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലിന്റെ ഗെയിമാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. വിരാട് കോഹ്ലിനെ ഇഷ്ടപ്പെടാനായിട്ട് വേറെയും കാരണങ്ങളുണ്ട്. ഈ സച്ച് എ ഫാമിലി മാൻ. ഇപ്പം ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പെൺപിള്ളേരുടെ ഈ തലവേദന കൂടാൻ കാരണം വിരാട് കോഹ്ലിയാണ്. കാരണം ബോയ് ഫ്രണ്ട്സിന് ഗേൾ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും തലവേദന വരാൻ വിരാട് കോഹ്ലിയാണ്. പുള്ളി ഓരോരോ എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് when your boyfriend says that he is busy, show him this. പുള്ളി പിച്ചിൽ നിന്നിട്ട് അനുഷ്കനെ വീഡിയോ കോൾ ചെയ്യുന്നത് ശരിയാട്ടോ, അതൊക്കെ അടിപൊളിയല്ലേ. പ്രയോറിറ്റി ഒരു ഗ്രീൻ ഫ്ലാഗ് മോഡ്. ഓക്കെ, സോ അപ്പൊ ഫുട്ബോളിലോട്ട് വരാം ഇനി. മെസ്സിയോ റൊണാൾഡോ? I'll say Ronaldo. എന്തുകൊണ്ടാണ്? I'll say he is the real god, I'll say. പക്ഷേ നമ്മൾക്ക് ഈ കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പിൽ മെസ്സി അർജന്റീന ജയിച്ചപ്പോൾ I was so happy. I was so happy. പക്ഷേ അവിടെ റൊണാൾഡോ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സീന് കണ്ടു കഴിഞ്ഞപ്പോൾ I was equally upset. രണ്ടുപേരും പറയുവാണെങ്കിൽ എന്താ പറയുക, ഞാൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ സേ റൊണാൾഡോ. ഓക്കെ, സോ റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് അൺനോൺ. യാ, റിച്ച് ആൻഡ് അൺനോൺ. ഇപ്പോഴാണെങ്കിലും ആ ഒരു സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. യാ, സോളിറ്റ്യൂഡ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ തന്നെ താമസിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, പ്രൈവസിയുടെ കാര്യമായിക്കോട്ടെ, അതിലൊക്കെ ഞാൻ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അബൌട്ട് മൈ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും, ഇൻസ്റ്റാഗ്രാമിലെല്ലാം സ്റ്റോറി ആയിട്ട് ഇടാറുണ്ടല്ലോ, അതൊന്നും അല്ല ലൈഫ്. ഈ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നതൊന്നും അല്ല റിയാലിറ്റി. റിച്ച് ആൻഡ് പ്രൈവറ്റ് ലൈഫ്. സോ വണ്ടി ഓടിക്കോ? നോ. എന്നാലും ഞാൻ പ്രിഫർ, ഓക്കെ, ട്രാവൽ ചെയ്യാൻ പ്രിഫർ. കാർ ഓർ ബൈക്ക്? കാർ. അതൊരു റിലാക്സ് മോഡ് ആയിട്ടൊരു പാട്ടൊക്കെ കേട്ടിട്ട് പാസഞ്ചേഴ്സ് പ്രിൻസസ് ആണ് ഞാൻ സേഫ് ആയിട്ട് അത് വണ്ടി ഓടിച്ച് റിസ്ക് ഫാക്ടർ കൊടുക്കാറ്. പാസഞ്ചർ പ്രിൻസസ് ആണ്. ആൻഡ് വി ആർ ട്രാവലിംഗ് ടു ലഡാക്ക് നെക്സ്റ്റ് മന്ത്. അപ്പോഴും പാസഞ്ചേഴ്സ് പ്രിൻസസ് ആയിരിക്കും ബൈക്കിന്റെ. എന്നാൽ അത്രയും ഡിസ്റ്റൻസ് ബൈക്കിൽ ബാക്ക് ഇരിക്കുന്നത്. പക്ഷെ നമ്മള് ഫ്രം ലേറ്റ് ആണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയിട്ട് 2 ദിവസം നിന്നിട്ട്. ഓക്കെ, സോ കോൾഡ് ഓർ ഹോട്ട് ഡ്രിങ്ക്സ്? കോൾഡ്. ഓ, ഇപ്പൊ ടീ കോഫി അങ്ങനത്തെ ഒന്നും ശീലയില്ല. ഓക്കെ, മൂവീസ് ദാറ്റ് മേക്ക് യു ലാഫ് ഓർ മൂവീസ് ദാറ്റ് മേക്ക് യു ക്രൈ? ലാഫ്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫെയിം ഓർ മണി? മണി. ശരി, ഓൾ അറ്റ് ലാസ്റ്റ് എല്ലാം മണി ആയിരിക്കും. ഓക്കെ, സോ ഗ്രീൻ ഫ്ലാഗ് ഓർ റെഡ് ഫ്ലാഗ്? ഏതിഷ്ടം? ഇപ്പൊ എല്ലാരും ഒരു ട്രെൻഡാണ്, ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ? ഗ്രീൻ ഫ്ലാഗ് ചൂസ്. പക്ഷെ എനിക്ക് അങ്ങനെ സെറ്റിൽ ആവാനായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റെഡ് ഫ്ലാഗിനെ ചൂസ് ചെയ്തിട്ട് അവരെ പിസ്റ്റ് ഓഫ് ആക്കി ഇങ്ങനെ എന്റർടൈൻഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ സൈക്കോയെ ഉണർത്തണം. ഒരു റെഡ് ഫ്ലാഗ് നോക്കി ചൂസ് ചെയ്യുക, അവരെ മാക്സിമം പിസ്റ്റ് ഓഫ് ആക്കുക. അപ്പോഴൊരു സമാധാനമായിട്ടിരിക്കുക. നമുക്ക് അവർ പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും റെഡ്, ഈ മറ്റേ നമ്മൾ ഡ്രാമയിലൊക്കെ പൊതുവെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു ഇമാജിന് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവല്ലോ. യെസ്, അപ്പോൾ ഒരു ഡ്രാമയിലൊക്കെ കാണുന്ന അറോക്കൻ ടൈപ്പ് ഒരു ഹീറോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെയും ആഗ്രഹിച്ചിട്ടില്ല. തന്നെ ഇരിക്കുന്നത് എന്ത് സമാധാനമാണെന്നറിയോ? അതാണ് ഏറ്റവും സേഫ് എന്നാണ്. അതെ, അതാണ് ഏറ്റവും സേഫ്. ആരെയും ഒരു ആഗ്രഹവും ഇല്ല, തന്നെ ഇരിക്കുക. ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞ ഈ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക.
തന്നെ ഇരിക്കുന്നതിൽ സമാധാനം കണ്ടെത്തുന്നുണ്ട്. ഇപ്പം പറഞ്ഞാല് ഗ്രീൻ ഇല്ലേലും കുഴപ്പമില്ല, റെഡും വേണ്ട, ഒരു ഫ്ലാഗും വേണ്ട. നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കര. ഓക്കെ, ടാറ്റു ഓർ പിയേഴ്സ് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ടാറ്റു ചെയ്തിട്ടുണ്ട്, പക്ഷെ ടാറ്റു ചെയ്തപ്പോൾ അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ട്. അത് റിമൂവ് ചെയ്യാനുള്ള ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിയേഴ്സിംഗ് ആണെങ്കിൽ ചെയ്തിട്ടുണ്ടായി, ഞാൻ പിന്നെ കമ്മലൊന്നും ഇപ്പൊ രണ്ടും അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല? രണ്ടും പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ സിനിമ അങ്ങനെ റിലീസിനൊരുങ്ങുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഇനിയും അവസരങ്ങൾ കിട്ടെത്തിയെന്ന് ആശംസിക്കുന്നു. സിനിമയും വൻ വിജയകരമായിട്ട് തന്നെ ആശംസിക്കുന്ന ടെൻഷനൊക്കെ അങ്ങ് മാറിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒരുപാട് സന്തോഷം. കാണാം.